ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഈ വർഷത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധാനത്തിൽ ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവവചനം കേട്ടുകൊണ്ടും ഇരിക്കുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പുരോഗമനമുള്ള ക്രിസ്തീയ ജീവിതം. ഒന്നുകൂടെ പറയാം, പുരോഗമനമുള്ള ക്രിസ്തീയ ജീവിതം, ദ അഡ്വാൻസ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി 2 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന 2 വാക്യങ്ങളാണ്. ഒന്നാമത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആരാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. 2-ാമത്തെ വാക്യം പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം 10-ഉം 11-ഉം വാക്യം ഞാൻ വായിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ്: അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒന്ന് പറഞ്ഞിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ താൻ എന്ത് ചെയ്യും, പഴയതൊക്കെയും മറന്നിട്ട് ദൈവം തനിക്കായി വെച്ചിരിക്കുന്ന ആ പരമവിളി, സ്വർഗീയ വിളി, സ്വർഗത്തിലേക്കുള്ള പോക്കിനു വേണ്ടി വളരെയധികം ബന്ധപ്പെട്ടോടും. പ്രസോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം അതിനുവേണ്ടി ശ്രമിക്കും. പത്രോസ് അതുപോലെ പ്രാധാന്യമുള്ള അപ്പോസ്തലൻ പറയുകയാണ്, നമ്മള് ഇടറിപ്പോകാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ അവിടെ ഇവിടെയും വീണു പോകാതിരിപ്പാൻ നമ്മള് നല്ല കാഴ്ചയുള്ളവരായി, ഹ്രസ്വദൃഷ്ടിയോ കുരുടനോ ആകാതെ ദൈവരാജ്യത്തിന്റെ പ്രവേശനം ധാരാളമായി ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? അത് പത്രോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്. നാം എന്ത് ചെയ്യണം? ഒന്ന്, പൗലോസ് തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുമെന്ന് പറഞ്ഞു. പത്രോസ് നമ്മളോട് പറയാണ് നാം എന്ത് ചെയ്യണം. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപേ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ 12-ാമത്തെ വയസ്സിലെ കാര്യം പറഞ്ഞിട്ട് തന്റെ മിനിസ്ട്രി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ മുതിർന്നു വന്നു, അവൻ വളർന്നുകൊണ്ടിരുന്നു. ജ്ഞാനത്തിലും തന്റെ ശരീരഘടനയിലും അത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഒരു വളർച്ചയുള്ള അനുഭവമാണ് യേശുവിനെ കുറിച്ച് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ 25 നമ്മെ വിട്ട് കടന്നുപോയി. 26-ൽ നമ്മുടെ ഗോൾ എന്താണ്? നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എവിടേക്കാണ് നാം പോകുന്നത്? എന്താണ് നാം നേടേണ്ടത്? ഒരു കുഞ്ഞിനോട് കാണാൻ വരുമ്പോൾ പലരും പറയുന്നത്, ഓ അപ്പനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ ഇരിക്കുന്നു. അതാദ്യം പറയും. അല്ലെങ്കിൽ പിന്നീട് പറയുന്നത് അപ്പനെ പോലെ വളരണം, അല്ലെ അമ്മയെ പോലെ ആകണം. അപ്പൊ ഒരു മോഡൽ കാണിച്ചു കൊടുക്കും.
അപ്പനെ പോലെ ആകണം, അല്ലെ അമ്മയെ പോലെ ആകണം, അല്ലെ അപ്പനെ പോലെ ഇരിക്കുന്നു. അതൊക്കെയാണ് നാം സാധാരണ ഒരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ ആദ്യം പറയുന്ന വാക്കുകൾ. ഓ, അത് ഇന്നാരെ പോലെ ഇരിക്കും. ഇപ്പം നമ്മെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും? അതാണ് ഒന്നാമത് നാം തന്നെ ചിന്തിക്കേണ്ടത്. ഈ 26 നമ്മുടെ ലക്ഷ്യം എന്താണ്? അപ്പൊ അതിനെ നാം യേശുവിനെ കാണണം. യേശുവാണ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം വളർന്നുകൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് താൻ തേജോമയനായിരിക്കുന്നു എന്ന്. അപ്പോൾ ആ യേശുവിനെ സൂക്ഷിച്ചു നോക്കാൻ നമ്മളുടെ അപ്പോസ്തലനായി നമുക്ക് വേണ്ടി അയക്കപ്പെട്ട യേശുവിനെ എന്തോ ചെയ്യണം? സൂക്ഷിച്ചു നോക്കണം എന്നാണ് എബ്രായ ലേഖനകാരൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. ഞാനത് വായിക്കാം. എന്താണ്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അല്ലാതെ സാധാരണക്കാരോടല്ല പറയുന്നത്, വിശുദ്ധ സഹോദരന്മാരോട് പറയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള പൗലോസ് പറഞ്ഞു, ഞാൻ സ്വർഗീയ വിളിയിലേക്ക് ഓടുകയാണ്, പരമവിളിയിലേക്ക്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നു. അപ്പൊ നമ്മുടെ നോട്ടം എവിടെ ആയിരിക്കണം? നമ്മുടെ പാറ്റേൺ മോഡൽ ക്രിസ്തു ആയിരിക്കണം. ആ ക്രിസ്തുവിനെ നാം സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം വ്യത്യസ്തമാകുന്നത്. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാവുന്ന വാക്യമാണ്. എബ്രായ ലേഖനം അതിന്റെ നമ്മളെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ യാത്ര മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടിയ. ഇങ്ങനെ നമ്മൾ ഓടുക. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം ഓടുകയാണ്. അപ്പൊ അതിന് സ്ഥിരത വേണം. വീഴ്ച സംഭവിച്ചാൽ, ഇടറിപ്പോയാൽ കുഴപ്പമാണ്. അത് കുഴപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു സ്ഥാനത്തേക്ക് പോകുമ്പം ഒന്ന് ഉരുണ്ടു വീണെന്നിരിക്കട്ടെ, ഇടറിപ്പോയി ഒന്ന് വീണെന്നിരിക്കട്ടെ, വീഴുമ്പോൾ കുറച്ച് സമയം നഷ്ടപ്പെടും. മറ്റുള്ളവരുടെ ഒപ്പം നമുക്ക് എത്താൻ പിന്നെ വളരെയധികം കഠിനാധ്വാനം ചെയ്യണം. ഈ സദൃശവാക്യത്തിൽ പറയുന്ന, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. എഴുന്നേൽക്കുമെന്നുള്ളത് ശരിയാ, പക്ഷേ നമുക്ക് മുന്നിലെത്താൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് ചെല്ലേണ്ട രീതിയിൽ ചെല്ലാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമാണ് വീഴ്ച. പക്ഷെ വീഴ്ച തന്നെയാണെങ്കിലും എന്തോ സംഭവിക്കും? നമ്മുടെ സ്ഥാനത്തെത്തുവാൻ കുഴപ്പം വരും. ആയതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ സ്ഥിരതയോടോടണം. അത് എങ്ങനെ നോക്കിയിട്ട് വേണം? നമ്മുടെ ലക്ഷ്യമായ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കിയിട്ട് വേണം. അപ്പൊ നമുക്കൊരു കാഴ്ചപ്പാട് വേണം, എങ്ങോട്ടാണ്, എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന്. പൗലോസ് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ താനെ പുഴയിലുള്ളതെല്ലാം ഇട്ടിട്ട് മുന്നോട്ട് ഓടുന്നതിന്റെ കാരണം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് എന്നൊരു വേടാ ഉപയോഗിക്കുന്നത്. എന്തിനാ ക്രിസ്തുവിനെ നേടേണ്ടത്, ക്രിസ്തുവിനെ പോലെ ആകേണ്ടത്? അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ കർത്താവായ ക്രിസ്തുവേശുവിനേക്കുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എന്തോ ചെയ്യുന്നു? എല്ലാം ചപ്പും ചവറുമെന്നെണ്ണുന്നു. എല്ലാം ഛേദമെന്നെണ്ണുന്നു. മുകളിൽ പറഞ്ഞ് ചപ്പും ചവറുമായി എണ്ണുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നാം കാണണം. അവനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ, അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അവനുമായി ബന്ധം പുലർത്തുമ്പോൾ യേശു ആരാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതാണ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ യേശുവുമായി അടുത്തിരുന്നു, മാർഗോട് ചാരിയിരുന്നു, ക്ലോസ് അസോസിയേറ്റഡ് ആയി ജീവിച്ചു. അപ്പോൾ എന്തോ സംഭവിച്ചു? തനിക്ക് യേശു ശ്രേഷ്ഠതയാണ് വിവരിക്കുന്നത്. അവൻ ആരാണ്? വചനമാണ്. അവൻ ആരാണ്? ദൈവമാണ്. അവൻ ആരാണ്? ദൈവം മനുഷ്യനായി വന്നവനാണ്. അവൻ ആരാണ്? കൃപ കൊടുക്കുന്നവനാണ്. അവൻ എന്താണ്? നിത്യജീവനാണ്, സത്യദൈവമാണ്. അത് വിളിച്ചു പറവാൻ, അത് ഗ്രഹിക്കണമെങ്കിൽ
ക്ലോസ് അസോസിയേഷൻ വേണം. അപ്പോൾ ഇവിടെ യേശു ആരാണ് എന്ന് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ കമ്പയർ ചെയ്തിട്ട് പറയുന്നത്, എനിക്ക് പഴയതിനൊന്നും വലിയ വില കൊടുക്കാൻ പറ്റില്ല. കാരണം മുൻപിലുള്ളത് അത്രമാത്രം ശ്രേഷ്ഠമായതാണ്, മനോഹരമാണ്. അവൻ ആരാണ്? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാദൈവം. അപ്പൊ ആ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയപ്പോൾ ഈ ലോകത്തിലുള്ളതിന് പ്രാധാന്യമില്ല എന്ന് താൻ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തു. അപ്പോൾ അതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ആരെ കാണണം? യേശുവിനെ കാണണം, യേശുവിന്റെ ശ്രേഷ്ഠത കാണണം. അപ്പോ നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആയിരിക്കണം. യേശുവിനെ കുറിച്ച് പറയുന്ന 2-3 വാക്യം കൂടെ ഞാൻ വായിക്കാം. ഒന്നാമത് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം കാണാതെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വാക്യമാണ്. എന്താണ്? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അല്ല, ക്രിസ്തുവിന്റെ തേജസ്സുള്ള ആ പ്രതിമയോടെ നാം എന്തോ ചെയ്യണം? രൂപാന്തരം പ്രാപിച്ച് നാം എന്തോ പ്രാപിക്കണം? ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയോട് രൂപാന്തരപ്പെടണം. അപ്പോൾ അറിഞ്ഞാൽ പോരാ, നമുക്കൊരു വലിയ ആഗ്രഹം വേണം. എന്താ വേണം? ആ കർത്താവുമായി നാം വലിയ ബന്ധത്തിൽ താമസിക്കുമ്പോൾ ആ ദൈവീക ഗുണങ്ങൾ, അതാണ് പത്രോസ് പറയുന്നത്, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവാസികളാകുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദിവ്യ സ്വഭാവത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ ആ രൂപം നാം കാണണം, തേജസ് നാം കാണണം, ശ്രേഷ്ഠത നാം കാണണം. അപ്പോഴാണെങ്കിൽ നമ്മൾക്കുള്ളതൊന്നും വിലയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമുക്ക് ഹ്രസ്വദൃഷ്ടിയുള്ളവനായി, പത്രോസ് അതാ പറയുന്നു, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനായിരിക്കില്ല. കാണേണ്ടത് ശരിക്ക് കാണാത്തവനാണ്, അടുത്തുള്ളത് മാത്രം കാണുന്നവൻ, അല്ലെങ്കിൽ കുരുടൻ ഒട്ടും കാണുന്നില്ല. ഒന്നുകിൽ അല്പം കാണുന്നവൻ, അല്ലെങ്കിൽ ഒന്നും കാണാത്തവനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നത് കൊണ്ട് നമുക്ക് എന്തില്ല? ഈ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അവന്റെ രൂപത്തോട് രൂപാന്തരപ്പെടുവാൻ നമ്മൾ കാണേണ്ടത് കാണാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം എപ്പോഴും നാം ഈ ലോകത്തിന്റെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ അത് അല്പനേരത്തേക്കുള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ താൻ എന്തുവാ പറയുന്നത്? ഇതെല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, ഞാനതൊന്ന് ഘടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ശക്തമായി പറയുകയാണ്, ഈ ലോകത്തിലുള്ളതൊക്കെ എല്ലാം അല്പനേരത്തേക്കുള്ളതാണ്, അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്ക് നിലനിൽക്കും. ഈ ചെറിയ കാര്യങ്ങൾ, ലോകത്തിന്റെ കാര്യങ്ങൾ എല്ലാം മാറിപ്പോകുന്നതാണ്. മാറ്റമില്ലാത്ത എന്നേക്ക് നിലനിൽക്കുന്നത് ആ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ രൂപം നമ്മുടെ ജീവിതത്തിലേക്ക്, അവന്റെ ശ്രേഷ്ഠത, അവന്റെ മഹത്വം, അവന്റെ തേജസ്, അത് മനസ്സിലാക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ഫേമസ് ആയ വാക്യം പറഞ്ഞിട്ടാണ്, എല്ലാം നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിശ്ചയിച്ചിരിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? അവന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുക. അത് കുറഞ്ഞതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമനത്തിലേക്ക് പോകണം. അല്ലാതെ എന്നും ഒരുപോലെ ഇരിക്കാൻ പാടില്ല. ഈ പുരോഗമനത്തിന് പോകാതിരിക്കാൻ തടസ്സങ്ങളാണ് ഈ ലോക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നത്, അല്ലേ? അത് നമ്മുടെ ഷോർട്ട് സൈറ്റ്, നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാട് ഇല്ലായ്മ, അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ. കാരണം അത് പാപമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത്. അത് പാപമാണെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നാം എന്തോ ചെയ്യും? നമ്മൾ പറയും, അയ്യോ അത് ഞാനൊരു പാപം ചെയ്തു. പക്ഷെ നമുക്കതിന് ബോധമില്ല. ബോധമില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കാലക്രമേണ പല കാര്യങ്ങൾക്കും പണ്ട് കൊടുത്ത താല്പര്യങ്ങളൊന്നും കൊടുക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നമ്മുടെ സഹോദരനോ സഹോദരിയുമായി നമുക്കൊരു ഇടർച്ചയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാതെ ആരാധന കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ലായിരുന്നു. അത് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടല്ല, ഞാൻ പ്രശ്നക്കാരനായതുകൊണ്ടല്ല, എന്നോട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയ നീ നിന്റെ യാഗങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോയി പിന്നെ രമ്യത പ്രാപിച്ചിട്ട് എന്താ ചെയ്താൽ മതി? യാഗം കഴിച്ചാൽ മതി. ഞാനൊരു ചെറിയ കാര്യമാണ്. പക്ഷേ നമുക്കത് വല്ലതും കാര്യമാണോ? ആരെല്ലാം ഇടർച്ചയായാൽ അതിപ്പം മക്കളായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, അപ്പനോടും അമ്മയോടും ആയിരിക്കാം, സ്വന്തം കുടുംബത്തിൽ പോലും നമുക്കത് സാധിക്കാതെ വരും. പിന്നെ വെളിയിലുള്ളവരോട്, ജോലിസ്ഥലത്തുള്ളവരോട്. അപ്പോൾ ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞു, അതൊരു പാപമായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ മറ്റവരെ കുറിച്ച് പരന്താഴ്ത്തുന്നു. അത് യേശുവാ പറയുന്നത്. നിന്റെ സഹോദരനെ നീ ഗുണമില്ലെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റുപ്പിഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ വലിയ കഴമ്പില്ലാത്തത്, പോഷനാണ്. അങ്ങനെ പറഞ്ഞാൽ വലിയ ന്യായ വിസ്താരത്തിന് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ തലയിൽ കയറാറില്ല. നാം അതിനെയൊന്നും പാപമായി കൂട്ടാറില്ല. വൈറ്റ് ലൈഫ് അത് നമുക്ക് പാപമായി തോന്നാറില്ല. അപ്പൊ ഈ മുറുകെ പറ്റുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അതിനെയൊക്കെ വിട്ടിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, അല്ലേ? നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ പറയുന്നു ദൈവത്തെ കാണുകയില്ല, ഇവിടെ പറയുന്നു ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മുറുകെ പറ്റുന്ന പാപങ്ങളൊന്നും നമുക്കിന്ന് പാപങ്ങളല്ല. നാം അതിനൊക്കെ മുകളിൽ കയറി. അതൊന്നും സാരമില്ല. ഇതില്ലാത്തവരാരാണ്? ഞാൻ മാത്രം ചെയ്തിട്ട് എന്തോ ചെയ്യാൻ? എന്റെ ചുറ്റുപാടുമുള്ളവർ അങ്ങനെ അല്ലല്ലോ. നമുക്കൊരുപാട് എക്സ്ക്യൂസുകളുണ്ട്. അപ്പോൾ ഈ 26 നാം കർത്താവിനെ കാണണം. കർത്താവ് ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്താമോ? അത്രയൊന്നും നമുക്ക് പറ്റുകയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാപം പാപമാണെന്ന് അംഗീകരിക്കണം. നമ്മൾ അതിന് ഓരോ വാക്യങ്ങളും ഉദ്ധരിക്കും, നീതീകരിക്കാം, അല്ലേ? നമുക്ക് വേണ്ടി നാം വാക്യങ്ങൾ കണ്ടുപിടിക്കും. അത് സാരമില്ല, ദൈവം ക്ഷമിക്കും, മഹാദയാലുവാണ്, കൃപാലുവാണ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ വേദപുസ്തകം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? റോമാലേഖനം 8:29 ഞാനൊന്നുകൂടെ വായിക്കാം. അവൻ നമ്മെ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ വിളിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങളായ എന്തോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും
നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെയാ തടസ്സങ്ങൾ എന്നുള്ളത് ഗ്രഹിക്കാതെ നമ്മുടെ യാത്ര ശരിയാകത്തില്ല. ഈ പത്രോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഒരു ആഗ്രഹം ഉണ്ടാകണം അത്രേ. ആ വാഞ്ചിപ്പീൻ എന്നുള്ള വാക്യം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാകണം, ഒരു താല്പര്യം ഉണ്ടാകണം. അയ്യോ എനിക്ക് അങ്ങനെ അതില്ല എങ്കിൽ പിന്നെ ഒന്നും സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോട് ചെറുപ്പത്തിൽ ചോദിക്കും പറയാം, അവരൊരു ഡോക്ടർ ആകണം, അവർക്കൊരു എഞ്ചിനീയർ ആകണം, അവർക്ക് സയന്റിസ്റ്റ് ആകണം, അവർക്കൊരു നേഴ്സ് ആകണം, അവർക്ക് ടീച്ചർ ആകണം. ആഗ്രഹത്തിലേക്ക് അവരെത്തുന്നു. ഈ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തുമായി തീർന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ എങ്ങോട്ടെറിഞ്ഞാലും അത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു മാവേ കിടക്കുന്ന മാങ്ങായാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആ മാങ്ങായെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൽ കല്ല് കൊണ്ടാൽ നമുക്ക് സന്തോഷം. എങ്ങോട്ടേലും പോയാൽ നമ്മുടെ പണി വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താ വേണം? ഒന്നാമത് ഒരാഗ്രഹം വേണം. ആ ആഗ്രഹം മാത്രം പോരാ. ഞാൻ ഒരുപാട് കാര്യം ഇരുന്ന് ആഗ്രഹിച്ച് ഇവിടെ കുത്തിയിരിക്കാം അല്ലേ? പക്ഷെ ഞാൻ അതിനുവേണ്ടി എഫോർട്ട് എടുക്കണം. എഫോർട്ട് എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. അതിലേക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്യണം. അതിനുവേണ്ടി എൻ്റെ എനർജി ഉപയോഗിക്കണം. അതിനുവേണ്ടി എൻ്റെ സോഴ്സസ് ഉപയോഗിക്കണം. അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കണം അല്ലേ? ആ സമർപ്പണമാണ് പൗലോസ് ഇവിടെ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്ന് ചെയ്യുന്നു. എന്താ ചെയ്യുന്നു? പുറകിലുള്ളതൊക്കെ മറന്ന് മുന്നിലുള്ളതേക്ക് എത്തിപ്പിടിക്കാൻ ഞാനായിരുന്നു. ഒരു വലിയ സമർപ്പണമാണ്. അപ്പോൾ പത്രോസ് പറയുന്നത് നമുക്കൊരാഗ്രഹം വേണം. അതൊരു വലിയ ആഗ്രഹമായിരിക്കും. അത് നമ്മുടെ സ്വപ്നമാണ്. അത് നമ്മുടെ താല്പര്യം. ആ താല്പര്യം കൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റില്ല. എനിക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയില്ലെങ്കിലും 90 കിട്ടണമെങ്കിൽ ഞാൻ അതിരാവിലെ എഴുന്നേറ്റോ പഠിക്കണം, വായിക്കണം, മനഃപ്പാഠം ചെയ്യേണ്ട ആ തിയറികളൊക്കെ മനഃപ്പാഠം പഠിക്കണം. അല്ലാതെ ദൈവം നോക്കിക്കോളും, ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ, നമ്മൾ സമർപ്പിക്കാതെ, നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാതെ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ചെയ്യണം? നാം ഒരു ഈ അത്ലറ്റിക്സ് ഒക്കെ പോയി എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം എക്സസൈസ് ചെയ്യണം അത്രേ. അല്ല എങ്കിൽ ഇന്ന് ഒരു ശിശുവായി തന്നെ ഇരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് 13-ാം വാക്യം 5-ാം അധ്യായത്തിന്റെ ഞാൻ വായിക്കാം. കട്ടിയായുള്ള ആഹാരം അല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ പഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്തോ ചെയ്യണം? നല്ല എക്സസൈസ് ചെയ്യുന്ന ഒരുത്തനെ പോലെ ആയാൽ മാത്രമേ കട്ടിയുള്ള ആഹാരം നമുക്ക് കഴിച്ചാൽ അത് ദഹിക്കാനും അത് അതിൻ്റെതായ പ്രവൃത്തി ചെയ്യുകയുള്ളൂ. നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്കത് അത്ര മനസ്സിലാകത്തില്ല. അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്ക് പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ. എന്നാൽ കാത്തലിക്സ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ്. എന്താ? പരിശീലനം വേണം അത്രേ. അവിടെ എഴുതിയിട്ടുണ്ട് പക്വത പ്രാപിച്ചവർക്ക്. കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ഒരു മാംസമോ മുട്ടയോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രായമുണ്ട്. അപ്പൊ പ്രായം വേണം അതിന്, അല്ലെങ്കിൽ പാലാ കൊടുക്കണം. ഓരോ
സമയം കഴിയുമ്പോഴും പ്രായം അനുസരിച്ചാണ് ആഹാരം കൊടുക്കുന്നത്. അത് തന്നെയാണ് പൗലോസ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പക്വത വേണം. രണ്ട്, നിങ്ങൾക്ക് എന്താ വേണം? പരിശീലനം വേണം. നല്ല പരിശീലനം. അപ്പോൾ ഒന്ന്, നമുക്ക് ആഗ്രഹം വേണം. രണ്ട്, നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. മൂന്ന്, നാം അതിനുവേണ്ടി പരിശീലനം ഉണ്ടാകണം. അല്ലേ? പരിശീലനം ചെയ്തതുകൊണ്ടും വലിയ വിശേഷമില്ല. നമുക്ക് എന്താ വേണം? ഡിസിപ്ലിൻ വേണം. ഒരു ദിവസം ചെയ്തിട്ട് ഞാൻ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും നടക്കാൻ പോകുന്നെങ്കിൽ നടക്കാം. ഇപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരാളോട് ഡോക്ടർ പറയുന്നു കുറഞ്ഞത് 4 ദിവസം നടക്കണം. അപ്പോൾ നമ്മളെ ഒരു ദിവസത്തെ പരിപാടിയല്ല, ഉപവാസ പ്രാർത്ഥനയുടെ സമയത്തുള്ള ഉണർവല്ല, ഞായറാഴ്ചത്തെ ആരാധനയുടെ ആ സന്തോഷം പോരാ. എല്ലാ ദിവസവും ആത്മീയ പരിശീലനത്തിലേക്ക്, പക്വതയിലേക്ക് പോകുവാൻ നാം അഭ്യസം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസി എല്ലാ ദിവസവും എക്സസൈസ് ജിമ്മിൽ പോകുന്ന നാം ആത്മീയ കാര്യങ്ങളിൽ അഭ്യസിക്കണം. ഒന്നൊരു താല്പര്യം വേണം. രണ്ടൊരു കമ്മിറ്റ്മെന്റ് വേണം. മൂന്ന്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി പ്രാക്ടീസ് മാത്രം പോരാ. കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഈ അഭ്യാസം ചെയ്യുന്നവർ എന്തോ ചെയ്യണം? വിടേണ്ടവയെ വിടയണം. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 24-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്, ഓട്ടക്കാലത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രാപിപ്പാൻ തക്കണം ഓടുവീൻ. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. എന്താ? അപ്പോൾ വർജനം ആചരിക്കേണ്ടതിനെ എന്ന് പറഞ്ഞാൽ വിട്ടുകളയേണ്ടതിനെ, വേണ്ടാത്തതിനെ എല്ലാം ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വേണം. ആത്മീയ പുരോഗതിയാണ്, പുരോഗമനമായ ക്രിസ്ത്യൻ ജീവിതമാണ് നമ്മുടെ വിഷയം. ദ അഡ്വാൻസ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമുക്ക് ഒരു ശിശുവായിരിക്കാം, നാം വീണ്ടും ജനിച്ചതുകൊണ്ട്, പുതിയ സൃഷ്ടി ആയതുകൊണ്ട്, കർത്താവിനോട് ചേരുന്നത് കൊണ്ട് ഒരു പുതിയ ലൈഫ് നമുക്ക് കിട്ടി. എന്നാൽ കർത്താവ് വളർന്നതുപോലെ, പൗലോസ് ആഗ്രഹിക്കുന്നത് പോലെ, പത്രോസ് നമ്മെ ഉപദേശിക്കുന്നത് പോലെ ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ താല്പര്യം വേണം. അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, അതിന് ഡിസിപ്ലിൻ വേണം. അല്ലേ? അപ്പം നമുക്കൊരു ഡിസയർ വേണം, നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം, നാം അതിന് പ്രാക്ടീസ് ചെയ്യണം. അത് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, വളരെ ഫോക്കസ് ഉള്ളവരായി നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പതറിയാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല. ഇതൊക്കെ സ്വാഭാവികമായി നാം അനുദിനം ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഭൗതിക ജീവിതത്തിന് വേണ്ടി എന്നേ ഉള്ളൂ. അതിനെ നാം അങ്ങ് ആത്മീകരിച്ചാൽ മതി. നാം ഒരു കാര്യം നേടിയെടുക്കുവാൻ, ഒരു കാര്യത്തിൽ സമർത്ഥരായി തീരുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ആത്മീയ ജീവിതത്തിലും വേണമെന്നാണ് ബൈബിളിൽ നാം കാണുന്നത്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നടക്കയില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒരു ദിവസം വളരെയധികം പകലെല്ലാം പഠിപ്പിച്ചു, പ്രസംഗിച്ചു, വൈകിട്ട് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി. എന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ പത്രോസ് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്, നീ ഞങ്ങളെ വിട്ടിട്ട് എവിടെ പോയി? അപ്പോൾ എന്തോ യേശു പറഞ്ഞെന്നറിയാമോ? എനിക്ക് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാനിവിടെ വന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ ചെയ്യേണ്ടതാണ്, അതിനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തെക്കുറിച്ച് നല്ല ബോധ്യം നമുക്ക് വേണം. അല്ലേ? നല്ല ബോധ്യം വേണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ 38-ാം വാക്യത്തിലാണ് പറയുന്നത്, അവനവരോടെ ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടത് അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പത്രോസ് പറയോ, ഒരുപാട് ആൾ വിടുകയോ ചെയ്തത് കൊണ്ട് കാര്യമായില്ല, ഞാൻ വന്നതിന്റെ പദ്ധതി തികയ്ക്കണം, എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഞാൻ നിവൃത്തീകരിക്കണം. അതിനുവേണ്ടി ഞാൻ മറ്റു ഊരുകളിലും ഗ്രാമങ്ങളിലും പോകേണ്ടിയിരിക്കുന്നു, ഒരിടത്തിരിക്കാനല്ല. അപ്പോൾ കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പോയി സുവിശേഷം പറയണം.
എന്നാലേ എന്നെക്കുറിച്ചുള്ള പർപ്പസ് അതുപോലെ തികഞ്ഞെടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നാം ബാക്കിയൊക്കെ ചെയ്തത് കൊണ്ടോ രോഗസൗഖ്യം കൊടുത്തത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ പോരാ. യേശു പറഞ്ഞ ലക്ഷ്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും, നിങ്ങൾക്ക് അധികാരമുണ്ടാകും, നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടി പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. അതുകൂടെ കർത്താവിനോട് ഉദ്ദേശിക്കാം. കർത്താവ് പഠിപ്പിച്ചു, അധികാരമുള്ളവനായി പഠിപ്പിച്ചു, എല്ലാവർക്കും അത്ഭുതം തോന്നി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ഒരുപാട് രോഗികൾ, ഗ്രാമത്തിലുള്ളവരെല്ലാം വന്നു, എല്ലാവരെയും സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് അതിരാവിലെ പ്രാർത്ഥിക്കാൻ പോയി. ഇതൊക്കെ പോരെ? പഠിപ്പിക്കാൻ അറിയാം, ഏത് രോഗികളെയും സൗഖ്യമാക്കാൻ അറിയാം, ദൈവത്തിന്റെ സന്നിധാനത്തിൽ തനിക്ക് ഇരിക്കാനും അറിയാം, പ്രാർത്ഥിക്കാൻ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ പോകും. അതുകൊണ്ട് പോരാ എന്ന കർത്താവ് പറഞ്ഞു. ഞാൻ മറ്റ് ഗ്രാമങ്ങളിലും പോയി ദൈവത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ 26-ൽ പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. നാം പഠിപ്പിക്കുവാൻ സമർത്ഥരായി നമുക്ക് തന്നാൽ നമ്മൾ പഠിപ്പിക്കും. നമ്മളെ കർത്താവിന്റെ സന്നിധാനത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് രോഗികൾക്ക് വേണ്ടി, ആശ്രിതർക്ക് വേണ്ടി ഒക്കെ നാം മധ്യസ്ഥയും പ്രാർത്ഥിക്കുകയും ചിലർക്കൊക്കെ സൗഖ്യം വരികയൊക്കെ ചെയ്യും. സംതൃപ്തരാകാതെ യേശു പറയുകയാണ്, ഞാൻ അടുത്ത ഊരുകളിലും പോയി സുവിശേഷം പറയുന്നു. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നാം നിലനിൽക്കണം, അതിൽ വളർന്നു വരണം. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. നാം വളരാതിരിക്കുന്നത് നമുക്കെന്ത് സംഭവിക്കയില്ല? ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഒരു സന്തോഷം ലഭിക്കയില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ശക്തമായി നമ്മളോട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. ആത്മീയവർദ്ധന പ്രാപിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആത്മീയവർദ്ധന പ്രാപിക്കണം. എങ്ങനെ? കർത്താവിൽ വേരൂന്നി, അവനിൽ വേരൂന്നണം. അപ്പോൾ കർത്താവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു പറഞ്ഞു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അങ്ങനെ ഫലം കായ്ക്കുമ്പോൾ എന്റെ പിതാവ് മഹത്വപ്പെടും. അപ്പോൾ ആത്മീയവർദ്ധന നമുക്ക് ഉണ്ടാകണമെങ്കിൽ കർത്താവിൽ വേരൂന്നി നാം ജീവിക്കണം. ഈ ലോകത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മെ ഇരിക്കുന്നതെങ്കിൽ കർത്താവിൽ നമുക്ക് വേരൂന്നുവാൻ കഴിയില്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളോടാണ്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരോടാണ്, ദൈവത്തിന് വേണ്ടി പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അത് പോരാ എന്നാ കർത്താവ് പറഞ്ഞത്. മനുഷ്യരാൽ കണ്ട് സംതൃപ്തരാകും. അത്രോ സംതൃപ്തരായിരുന്നു, അവിടെയുള്ള ജനങ്ങൾ സംതൃപ്തരായിരുന്നു. പക്ഷെ താൻ എന്തിനാ വന്നതെന്ന് തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയ ആ യേശു പറയുകയാണ്, ഞാൻ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് തികച്ചേ പറ്റിയേക്കൂ. ഇന്നിപ്പോൾ കാലം ഈ 26-ൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നാം എന്താകണം? ക്രിസ്തു എന്ന തലയോളം വളരണം. എന്തിനാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടത്? അവിടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-മുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണ ഉപദേശത്തിന്റെ ഓരോ കാറ്റിലും അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ആരെങ്കിലും പറയുന്നതിന്റെയും പുറകെ പോകുന്നവരാകാതിരിപ്പാൻ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്റെ വാക്യമല്ല, പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ ഈ ശിശുക്കളെ പോലെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിങ്ങളൊരു കുഞ്ഞിന് കൊണ്ട് കൊടുക്കുക. എന്ത് കൊടുത്താലും അത് ഗ്രാബ് ചെയ്യും. കാരണം
അതിന് വേണ്ടുന്നതോ വേണ്ടാത്തതോ അറിയില്ല. ഇന്നത്തെ ഉപദേശത്തിന്റെ പുറകെ ആരെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാൽ അതിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് വേദപുസ്തകത്തിലുണ്ടോ എന്ന് ബരോവക്കാരെ പോലെ അന്വേഷിക്കാതെ വിട്ടി വിഴുങ്ങുന്ന ഒരു വലിയ സമൂഹമാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ. മലർന്നു വീഴണോ വീഴും, ഛർദിക്കണോ ഛർദിക്കും, ചിരിക്കണോ ചിരിക്കും, തുള്ളണോ തുള്ളും, എന്ത് ചെയ്യും? എന്താ എവിടുത്തെ ആധാരം? എന്തെങ്കിലും ഒരു വാക്യം പിശാച് കൊണ്ടുവരുന്നത് പണ്ട് പറഞ്ഞതുപോലെ കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ദൈവവചനം എങ്ങനെ വിവേചിക്കണം? അത് നന്നായി വിവേചിക്കണം. അല്ലാതെ എന്തുവേലും പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരുപാട് ഉപദേശം. അത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ചെവിക്ക് ഇമ്പമായത് കേൾക്കുന്ന ഒരു കാലം വരും, പക്ഷെ നീയോ വചനം പ്രസംഗിക്കാം. തിമോഥെയോസിനോട് പറയാ, ചെവിക്കിമ്പമായത് കേൾക്കുന്ന ഒരു കാലം വരും. അങ്ങനെ ഉപദേശന്മാർ പെരുകും അല്ലേ? അപ്പോൾ നീയോ വചനം പ്രസംഗിക്കാം. ഇങ്ങനെയാണ് തിമോഥെയോസിനോട് അവസാനം പറയുന്ന കൽപ്പനകളിൽ ഒരെണ്ണം, നീയോ വചനം പ്രസംഗിക്കാം. നീ ആരെ മോഡലാക്കണം? നീ കണ്ടതും എന്നിൽ കണ്ടതും കേട്ടതും എന്റെ ജീവിതവും എന്റെ ഉപദേശവും എന്റെ വിശ്വാസവും ഞാൻ കാണിച്ച സ്നേഹവും എന്റെ സെൽഫ് കൺട്രോളും എന്റെ ജീവിതത്തിന്റെ ഞാൻ കഷ്ടപ്പെട്ടതും ഒക്കെ നീ കണ്ടിട്ടുണ്ട്. അതൊക്കെ നീ പാഠമാക്കുക, മാതൃകയാക്കുക. നോക്കൂ, പൗലോസ് പറയുകയാണ്, നമ്മളെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പമുള്ളത് കേൾക്കുവാൻ എന്തും പറഞ്ഞു പിടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട്, മുറിവാക്യം എടുത്തിട്ട് അതും ഇതും പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ ആരെ പോലെ ആകുന്നു? ശിശുക്കളെ പോലെ. ആ വാക്യം കൃത്യമായി നിങ്ങൾ വായിക്കണം. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ നമ്മൾ ശിശുക്കളാകാൻ പാടില്ല. പ്രായലേഖനകാരന്റെ ഏറ്റവും വലിയ സങ്കടം എന്താ? കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടക്കന്മാരാകേണ്ടവരാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോഴും പാല് വേണം. നിങ്ങൾക്കിപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഉപദേശം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിപ്പോഴും ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ നിൽക്കുകയാണ്? പ്രിലിമിനറി സ്കൂളിലാണ്. എന്ന് പറഞ്ഞാൽ 1 മുതൽ 4-ാം ക്ലാസ് വരെയാണ് അവിടെ അതാ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഉപദേശങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ആദ്യവചനം വിട്ട്, ആദ്യവചനം എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി വിട്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം. എന്താ? പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം അത്രേ. നമുക്ക് വളർച്ച വേണം അത്രേ. അതിന്റെ കാരണം എന്താ? 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. എപ്പോഴും കേൾക്കും, ഒന്നും ഉൾക്കൊള്ളുകയില്ല. കേട്ടത് അതീവ ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ലെങ്കിൽ ഒഴുകി പോകുമെന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കും, എന്നിട്ട് ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോകും. ഒഴുക്കിനെതിരെ നീന്തുവാൻ എന്തോ പ്രാപിക്കണം? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ആഗ്രഹമായി വരിക. അത് നമ്മുടെ അത്യാവശ്യമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ചയുണ്ടാകണം. അത് പൗലോസ് ആഗ്രഹിച്ചു, യേശു കാണിച്ചു കൊടുത്തു, അവൻ വളർന്നു. എല്ലാ നിലയിലും മനുഷ്യരുടെയും ദൈവത്തിന്റെ കൃപയിലും വളർന്നു. അതുകൊണ്ട് പത്രോസ് എന്താ പറയുന്നത്? കർത്താവ് കൃപയിൽ വളർന്നതുകൊണ്ട് പത്രോസ് 2-ാം ലേഖനം അവസാനിപ്പിക്കുന്ന വാക്യം 18-ാം വാക്യം പറയുന്നത്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവി. യേശുവിന്റെ പരിജ്ഞാനത്തിൽ നാം വളരണം. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് എന്താ? എന്റെ മകനെ തിമോഥെയോസേ, ക്രിസ്തു യേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടണം. അപ്പോൾ കൃപയിൽ വളരണം, കൃപയിൽ ശക്തിപ്പെടണം.
അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ചയിൽ നമുക്ക് കാണേണ്ട കാര്യങ്ങൾ. അപ്പോൾ വളരുന്ന ഉടനെ നമ്മൾ എങ്ങനെ ആയിത്തീരും? നമ്മൾ ദൈവവചനം ധ്യാനിക്കും. എന്നാൽ മാത്രമേ ഫലം കൊടുത്തിരുന്നു. ദൈവവചനം കേട്ടത് കൊണ്ടായില്ല. അത് മറക്കുന്നവനായാലും കാര്യമില്ല. അത് പ്രായോഗികത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കണ്ണാടിയിൽ മുഖം കാണുന്നത് പോലെ മറന്നുപോകുന്നവനെ പോലെ മറന്നുപോകും. മുഖം കണ്ടിട്ട് മറന്നതുപോലെ കേട്ടുകൊണ്ട് മാത്രമിരുന്നാൽ, കേട്ടതുള്ളിൽ തട്ടാതിരുന്നാൽ നമുക്ക് ഫലം കൊടുക്കാൻ കഴിയാതെ മറന്നുപോകും. അത് കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ വരണം. അവനാണ് ഭാഗ്യവാൻ, അവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ, അവനാണ് ഫലം കൊടുക്കുന്നത്. സങ്കീർത്തനം 1-ന്റെ 1, 2, 3 വാക്യങ്ങൾ. അവനാണ് വിജയാളി, അവനാണ് നിലനിൽക്കുന്നവൻ, അവനാണ് പച്ചയുള്ളവൻ, അവനെയാണ് പുഷ്ടിയുള്ളവൻ, അവനാണ് വെയിലടിക്കുമ്പോൾ ഉണങ്ങിപ്പോകാത്തവൻ, വളർച്ചയുള്ളവൻ. അപ്പോൾ ഒന്ന്, ദൈവവചനം ധ്യാനിച്ച് അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പ്രവാചകന് ചുരുള് കൊടുത്തപ്പോൾ അവനത് തിന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അവൻ അല്ലാതെ അത് കേട്ടിട്ട് മറന്നു പോകാനല്ല. ഇന്ന് പകൽക്കാലം ഒന്നാമത് നമുക്ക് വേണ്ടുന്നത് ഈ ദൈവവചനത്തോടുള്ള, അത് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഞാനായിത്തീരേണ്ടത് എന്താണെന്ന് ഞാൻ ഉള്ളിൽ സംഗ്രഹിക്കണം. അല്ല എങ്കിൽ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇരുന്നാൽ നമ്മൾ ആ കൺഫ്യൂഷനാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? എങ്ങോട്ട് ഞാൻ പോകണം? എങ്ങനെ ഡ്രൈവ് ചെയ്യണം? അവിടെ എത്തിത്തീരുവാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുകൂടാതെ കർത്താവിന്റെ ഹിതം അറിയുവാൻ നമ്മുടെ മനസ്സ് പുതുക്കി അവന്റെ ഹിതം അറിയുവാൻ അവനോട് ചേർന്നിരിക്കണം. അല്ലാതെ അത് പ്രാർത്ഥനാ ജീവിതത്തിലേ നമുക്ക് സാധിക്കുള്ളൂ. ദൈവഹിതം നമ്മൾക്കറിയുവാൻ, ദൈവഹിതം ജനറലായിട്ടുള്ളത് ദൈവവചനത്തിലുണ്ട്. പക്ഷെ സ്പെസിഫിക്കായിട്ട് എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിന്റെ ഹൃദയം അറിയുവാൻ ക്ലോസ് ബന്ധം പുലർത്തുന്ന പ്രാർത്ഥനാ ലൈഫ്, പേഴ്സണൽ പ്രാർത്ഥനാ ലൈഫ്. ഈ പ്രയർ ലൈനിൽ നമുക്ക് ഫോൺ വെച്ചോണ്ട് എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം. അതൊന്നും അത്ര വലിയ ഗൗരവമുള്ള പ്രാർത്ഥനകളല്ല. പേഴ്സണലായി കർത്താവിന്റെ സന്നിധാനത്തിൽ ഹൃദയം പകരുന്ന ആജ്ഞ ചെയ്തതുപോലെ വാക്കുകളൊന്നും പുറത്തില്ലെങ്കിലും തന്റെ ഹൃദയത്തിന്റെ താല്പര്യം ഗ്രഹിക്കുന്ന ഒരു ദൈവം. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മഹാപുരോഹിതൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവളുടെ ആഗ്രഹം? അവളുടെ ശൂന്യതയെക്കുറിച്ചുള്ള, അവളുടെ ഫലമില്ലായ്മയെക്കുറിച്ചുള്ള, അവളുടെ നിന്ദ മാറുവാനുള്ള മാർഗമായിരുന്നു അത്. ഒന്നുകൂടെ ഞാൻ പറയാം, അവിടെ ശൂന്യതയെക്കുറിച്ച് ബോധ്യം വന്നു, ഫലമില്ലായ്മയെക്കുറിച്ചുള്ള വിഷമം വന്നു. അതിന് പരിഹാരം ദൈവസന്നിധാനമാണെന്ന് കണ്ടിട്ട് അവൾ ഹൃദയം പകർന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടെ ശൂന്യത കണ്ടുപിടിക്കണം. നാം എങ്ങനെ ഫലമുള്ളവരായി തീരുവാൻ, നമ്മളെ കൊണ്ട് കഴിയാത്തത് സാധിച്ചെടുക്കുവാൻ ദൈവസന്നിധാനത്തിൽ ദൈവാനുഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടി വേദപുസ്തകത്തിൽ മോഡലായി തന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കണം? ഒന്ന്, ദൈവവചനം നമ്മുടെ ഉള്ളിൽ കയറണം. രണ്ട്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ അവനുമായി ക്ലോസ് ആകണം. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടണം. അത് കേൾക്കേണ്ടത് കേൾക്കണം, കാണേണ്ടത് കാണണം. നമ്മുടെ TV-യിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ചാനലുകൾ മാത്രം കിട്ടും, ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കിട്ടത്തില്ല. അതിന്റെ കാരണം ആ ചാനലിന് നമ്മളെ ഒരു എൻട്രൻസ് ഇല്ല, നമുക്കത് കിട്ടത്തില്ല. അപ്പം ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവയെ മാറുവാൻ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ കാണിച്ചതുപോലെ അത് രാവിലെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന്, അത് പകലായാലും അത് രാത്രിയായാലും അത് അതിരാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അനുസരിക്കുന്ന മനോഭാവം, അല്ലേ? അനുസരിക്കണം. അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഗ്രഹിച്ചിട്ട് എനിക്ക് ദൈവഹിതമെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് പറയണം. ആരെ പോലെ കഠിനമുള്ളതാണെങ്കിലും മറിയ പറഞ്ഞതുപോലെ
ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള സമർപ്പണം നമുക്ക് വേണം. അപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. അല്ലാതെ അവളൊന്നും ചെയ്തില്ല, അവൾ സമർപ്പിച്ചതേ ഉള്ളൂ. അവളുടെ ജീവിതം പൂർണ്ണമായി. അവൾ പറഞ്ഞു, കർത്താവിന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുകയാണ്. അവളൊന്നും ചെയ്തില്ല, ആകെ ചെയ്തത് സമർപ്പിച്ചു കൊടുത്തു. ദൈവഹിതം മനസ്സിലാക്കിയപ്പോൾ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ആ ഒബീഡിയൻസ്, ആ സബ്മിഷൻ ആൻഡ് ആ ഡെഡിക്കേറ്റഡ് ലൈഫ്, അതാണ് നമുക്ക് 26 അത്യാവശ്യമായി വേണ്ടുന്നത്. എങ്ങനെ അറിയാം നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ട് നമ്മുടെ ജീവിതം? അതിന്റെ തെളിവെന്താണ്? അതാണ് ഞാൻ വായിച്ച വാക്യം, പത്രോസിന്റെ 2-ാം ലേഖനം. അതുകൂടെ പറയുമ്പോൾ എന്റെ സമയം തീരും. 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായിട്ടാണ്. നിങ്ങൾ അതിനുവേണ്ടി എന്ത് വേണം? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും, പദം നോക്കിക്കേ, സകല ഉത്സാഹവും കഴിക്കണമെന്ന്. പിന്നെന്താ? നിങ്ങളുടെ വിശ്വാസം ആണ് അടിസ്ഥാനം. വിശ്വാസത്തോട് വീര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. വിശ്വാസത്തോടെ എന്താ വേണ്ടതെന്നറിയോ? ഗോഡ്ലിനെസ്, ദൈവഭക്തി. വീര്യമെന്ന് മലയാളത്തിൽ ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എക്സലൻസ്, ആ ദൈവീക ആ ക്വാളിഫിക്കേഷൻ. മലയാളം ബൈബിൾ വായിച്ചിട്ട് വീര്യം എന്ന് പറഞ്ഞ് വലിയ വീര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. പക്ഷെ അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദൈവീക എക്സലൻസ്, വെർച്യൂസ്, അല്ലെങ്കിൽ സൽസ്വഭാവം, ദൈവഭക്തി, ഇതൊക്കെയാ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പദം. വിശ്വാസത്തോട് നമുക്ക് ആദ്യം വേണ്ടത് ഗോഡ്ലിനെസ് ആണ്, ഭക്തി, ദൈവഭയം നമുക്കുണ്ടാകണം. ദൈവഭയം ഇല്ലെങ്കിൽ നാമേ നമ്മുടെ അടിസ്ഥാനം തെറ്റിയവരാകും. പണ്ടൊരാൾ പറഞ്ഞു, അടിസ്ഥാനം കുലുങ്ങിപ്പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? എന്തും ചെയ്യുമെന്ന് ആരോ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു. നമ്മുടെ അടിസ്ഥാനം വിശ്വാസം, വിശ്വാസത്തിന്റെ മുകളിൽ വരുന്നത് ദൈവഭക്തി. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബഹുമാനം, ഭയം, ആദരവ്, എന്തൊക്കെയാ? അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ദൈവത്തോട് ബഹുമാനം. അത് നമുക്കില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായി, നമ്മുടെ ജീവിതം അവതാളത്തിലാകും. അതിനെന്തോ ചെയ്യണം? വളരെ സകല ഉത്സാഹവും കാണിക്കണമെന്ന, അല്ലാതെ എന്തെങ്കിലും ചെയ്യാനല്ല, എന്തെങ്കിലും കഴിച്ചു കൂട്ടാമെന്നല്ല. സകല ഉത്സാഹവും കാണിച്ച്, ഒന്ന് വിശ്വാസം, വിശ്വാസത്തിന്മേൽ ഹോളിനെസ്, ദൈവഭക്തി. ദൈവഭക്തി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്തുവാണെന്നറിയാമോ? പരിജ്ഞാനം. എന്തോ പരിജ്ഞാനം? ക്രിസ്തുവിന്റെ പരിജ്ഞാനം. അതാണല്ലോ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുകയും. എന്താ പരിജ്ഞാനം? യേശു ആരാണെന്നും, യേശുവിന്റെ ശ്രേഷ്ഠതയും, യേശുവിന്റെ മഹത്വവും, യേശു എന്നെ കുറിച്ച് എന്തുദ്ദേശിക്കുന്നുവെന്നും, എന്താണ് ഞാൻ ആയിത്തീരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെന്നും, അവന്റെ കാഴ്ചപ്പാടിൽ, അവന്റെ പരിജ്ഞാനത്തിൽ നാം വളരണം. അപ്പോൾ നോക്കിക്കേ, വിശ്വാസം ആധാരമാണ്, അതിന്റെ മുകളിൽ ദൈവഭക്തിയാണ്. ദൈവഭക്തി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നാം വളരണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ വേണം, ഡിസിപ്ലിൻ വേണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയ ജയം. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. ഏതിലൊക്കെ പൗലോസ് തിമത്തിയോസിനോട് പറയാണ്, മകനെ തിമത്തിയോസേ, നിന്റെ വാക്കിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ വിശ്വാസത്തിൽ, നിന്റെ സ്നേഹത്തിൽ, നിന്റെ വിശുദ്ധിയിൽ നീ വളരെ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, അതുകൂടാതെ ജെന്റിൽനെസ്, അതായത് സൗമ്യത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ എന്തിലാണ് നമ്മൾ കടന്നു പറയേണ്ടത്? സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോള് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. പൗലോസ് തന്നെ തിമത്തിയോസിനോട് പറയുന്നു, നിനക്ക് ലഭിച്ചത് എന്തല്ല? ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും
അവിടെ പറഞ്ഞിരിക്കുന്നത് സെൽഫ് കൺട്രോൾ എന്നാണ് ഇംഗ്ലീഷിലെ. സുബോധം നമുക്ക് സെൽഫ് കൺട്രോൾ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ എല്ലാ ട്രാൻസ്ലേഷനിലും പറഞ്ഞിരിക്കുന്നത്. നാം സുബോധമുള്ളവരെ പോലെ പെരുമാറണം. അതാണ് സെൽഫ് കൺട്രോൾ നമുക്ക് തരുന്ന ഗുണം. അപ്പോൾ നോക്കിക്കേ, അത് വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അതിലൊക്കെ നമുക്ക് സ്ഥിരത വേണം. ഇന്നലെ കാണിച്ചു തന്നെ, എപ്പോഴും വേണം, എന്നും വേണം. അതിൽ നിലനിൽക്കണം. അല്ലാതെ പലപ്പോഴും ഈ ഉണർവുണ്ടാകുമ്പോഴത്തെ കാര്യങ്ങളല്ല. എല്ലായ്പ്പോഴും നമുക്കൊരു സ്ഥിരതയുള്ള ജീവിതം വേണം. സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തുവാ പറയുന്നത്? മനുഷ്യനോട് നാം മര്യാദക്കിടപെടണം. സഹോദരപ്രീതി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ളവരോട്, അവർ ശത്രുക്കളായിരിക്കാം, അവരെ നമുക്ക് ഇഷ്ടമില്ലാതിരിക്കാം, എങ്കിലും അവരോട് മര്യാദയ്ക്ക് ഇടപെടുക. കാരണം നാം ആരായിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ അടുക്കൽ യേശു പറഞ്ഞു, എനിക്ക് സകല അധികാരവുമുണ്ട്. യേശുവിന് അതറിയാമായിരുന്നു. യേശു അതെല്ലായിടത്തും ഉപയോഗിച്ചു. വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ, സമുദ്രത്തിന് മുകളിൽ നടന്നെങ്കിൽ, മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ, ഭൂതത്തെ സൗഖ്യമാക്കിയെങ്കിൽ, താൻ തൊട്ടപ്പോൾ കുഷ്ഠം മാറിയെങ്കിൽ, തനിക്ക് നന്നായിട്ടറിയാം താൻ ആരാണെന്ന്. പക്ഷേ യേശു എന്ത് ചെയ്തില്ല? തന്റെ ശത്രുക്കളെ നിങ്ങളെല്ലാവരും നശിച്ചു പോകട്ടെ എന്ന് പറയാതെ എന്തോ ചെയ്തു? അവരുടെ അറിവില്ലായ്മയെ ഗണ്യമാക്കി അവരോട് ക്ഷമിച്ചു. പീലാത്തോസിനോട് പറഞ്ഞു, എന്റെ മുകളിൽ നിനക്ക് അധികാരമൊന്നുമില്ല, പക്ഷെ എന്റെ ദൈവം തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുകയാണ്. ഹെരോദാവിനോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. തന്റെ വസ്ത്രമൊക്കെ മാറ്റി രാജകീയ വസ്ത്രം ധരിപ്പിച്ച് അവനെ അപമാനിച്ചപ്പോൾ തനിക്കറിയാം താൻ ആരാണ്. ഇവന്മാര് രാജാവൊന്നും ആക്കണ്ട, ഞാൻ ഓൾറെഡി രാജാവാണെന്ന് പീലാത്തോസിനോട് പറഞ്ഞാണ്. ഹെരോദാവിനോട് അത് പറഞ്ഞില്ല. അവൻ അറുക്കുവാൻ കൊണ്ടുവന്ന് കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ അടങ്ങി നിന്നു. തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ഹേതുവാക്കിയ യഹൂദവർഗത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇവരുടെ അറിയില്ലായ്മയിൽ അവരോട് ക്ഷമിക്കണമേ പിതാവേ. അപ്പോൾ എന്താണ്? സഹോദരപ്രീതി നമുക്കുണ്ടായിരിക്കണം. മനുഷ്യനെ അവർ നല്ലതായിരിക്കില്ല, അവർ നല്ലതായിട്ട് ഇടപെട്ടെന്ന് വരികയില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ റിയാക്ട് ചെയ്തെന്ന് വരികയില്ല. പക്ഷെ നമ്മൾ ആരായിരിക്കണം? നമുക്ക് പറ്റുന്ന അബദ്ധത്തെ കുറിച്ച് തിരുത്തി അവരെ പിന്നെയും സ്നേഹിക്കണം. നമുക്ക് ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അത് ദൈവത്തിന്റെ വചനത്തിനെതിരാണ്. നമുക്ക് ആരോടും ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. നാം ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ ദൈവവും നമ്മളോട് ക്ഷമിക്കയില്ലെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമുക്ക് ഇടർച്ച വരുത്തിയെങ്കിൽ ഇടർച്ച വരുത്തി നമുക്ക് കൂടുതലായി സഹകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അവരോട് നമുക്ക് പക പാടില്ല, ഗ്രഡ്ജ് പാടില്ല. അവരോട് ഇടപെടുന്നത് മര്യാദക്ക് ഇടപെടണം. സഹോദരപ്രീതി നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം പറയുന്നത്, ആ സ്നേഹം ദൈവിക സ്നേഹമാണ്. ദൈവിക സ്നേഹം എന്ന് പറയുന്നത് കർത്താവ് കാണിച്ച മാതൃകയാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സ്നേഹമാണ്. അത് നിർമ്മലമായിരിക്കണം, അത് നിർദോഷമായിരിക്കണം, അതെല്ലാം സഹിക്കുന്നതായിരിക്കണം, എല്ലാം ക്ഷമിക്കുന്നതായിരിക്കണം. അങ്ങനെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള സ്നേഹമായിരിക്കണം. നമുക്ക് പലപ്പോഴും ഇതൊന്നും സാധിക്കത്തില്ല. പക്ഷെ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം വേണം. വേദപുസ്തകത്തിലെ വാക്യങ്ങളെടുത്ത് നീതീകരിച്ച് അവനവനെ തന്നെ മിടുക്കരാക്കുന്നവരായിട്ടല്ല. പിന്നെയോ എന്റെ ദൈവമേ ഞാനൊന്നും ആയില്ലെന്ന് പൗലോസ് പറയുന്ന പോലെ, ഒന്ന് ഞാൻ അറിയുന്നു, പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ആ പരമവിളിയുടെ വിരുദിലേക്ക് ഓടുന്നു. അതിന് കാരണം എന്താ? ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. എന്റെ ചിന്താഗതിയാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നവൻ എന്താവുകയില്ല? അവൻ നിഷ്ഫലനാകയില്ല, അവൻ ഉത്സാഹമില്ലാത്തവനാകയില്ല, അവൻ കുരുടനായിരിക്കയില്ല, അവൻ ഈശ്വദൃഷ്ടിയുള്ളവനായിരിക്കയില്ല, അവന്റെ പാപത്തിന്റെ ശുദ്ധീകരണം ഓർക്കുന്നവനായിരിക്കും. അവൻ തെരഞ്ഞെടുപ്പും അവന്റെ വിളിയും നല്ല ഉറപ്പുവരുത്തും. അങ്ങനെ ചെയ്താൽ അവൻ ഇടറിപ്പോകയില്ല. പിന്നെന്ത് ലഭിക്കും? ഈ വാക്യങ്ങളൊക്കെ വിശദീകരിക്കണ്ട, പക്ഷേ ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് കട്ട് ഷോട്ട് ചെയ്യാണ്. അവൻ ഒരുപാട് ഗുണങ്ങളാണ് പത്രോസ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇവിടുത്തെ കാര്യം മാത്രമല്ല, അവന്റെ പ്രവേശനം ധാരാളമായി എങ്ങോട്ടത്? ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും.
നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി കർത്താവിന് വേണ്ടി ഹ്രസ്വദൃഷ്ടിയുള്ളവരായിട്ടല്ല, നിത്യതയുടെ വെളിപ്പാടിൽ നമ്മളുടെ ജീവിതത്തിൽ ആഡ് ചെയ്ത് വിട്ടുകളയേണ്ടവയെ വിട്ടിട്ട് നമ്മുടെ ജീവിതം പൗലോസ് പറഞ്ഞതുപോലെ ഞാനൊന്നുമായിട്ടില്ല, പഴയതിനെ മറന്ന് തോൽവികളെ വിട്ട് മുൻപിലുള്ളതിനെ ആരാഞ്ഞ് ഞാനത് സകല ഉത്സാഹവും കാണിച്ച് അതിനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആവും. ആ വലിയ ആഗ്രഹമുണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും. എന്റെ കർത്താവിനെ പോലെ തന്നെ ആകണം എന്ന് പറഞ്ഞ് ഞാൻ ഫോക്കസ് ചെയ്ത് കമ്മിറ്റഡ് ആയി എന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടവയെ പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്കിടയാക്കും. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, സൗഖ്യമാക്കുന്നവനായിരുന്നു, നന്നായി പ്രസംഗിക്കുന്നവനായിരുന്നു. കർത്താവിന്റെ പർപ്പസ് പറയണമെന്നുള്ളത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് നമ്മുടെയും ആഗ്രഹമായിരിക്കട്ടെ. ഈ 2026 നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ, ആ ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ പ്രവേശനം ധാരാളമായി, ആരെ പോലെ ആകരുത്, തീയിൽ കൂടെ കടന്നവനെ പോലെ ആകാതെ ധാരാളമായി സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ ആകാൻ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നു. വിളിച്ചിരിക്കുന്ന വിളിക്ക് ഒത്തവണ്ണം കർത്താവിന് പ്രസാദമാകും വണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, വളരുവാൻ, ആ വളർച്ചയുടെ ഫലം കാണിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ കളയേണ്ടവയെ കളഞ്ഞിട്ട് ആഡ് ചെയ്യേണ്ടവനെ ആഡ് ചെയ്ത് അങ്ങനെ ഫലപുഷ്ടിയായി അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന വിജയിയായ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായി 26 നമുക്ക് തീരുവാൻ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനം, നമ്മുടെ അഡ്വാൻസ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, നാം കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവർ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ശിശുക്കളായി നാം ഇരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നു, സകല ഉത്സാഹവും കഴിച്ച് ദൈവരാജ്യത്തിൽ ധാരാളം പ്രവേശനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്യാം, നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പ്രിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ എങ്ങുമായിട്ടില്ല. പൗലോസ് പറയുന്നത് ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. കർത്താവിന് മാത്രമേ അത് പറവാൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ സകല ഉത്സാഹവും ചെയ്ത് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ചാൽ മാത്രമേ ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുള്ളൂ. ഞങ്ങളോട് കരുണ തോന്നണമേ. പത്രോസ് ഇടറിപ്പോയി, എന്നിട്ട് താൻ ഇടറാതിരിക്കാനുള്ള മാർഗം ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ ഹൃസ്വദൃഷ്ടിയുള്ളവരായിട്ടല്ല, കുരുടന്മാരെ പോലെ ആയിട്ടല്ല, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരെ പോലെ ഞങ്ങളുടെ കണ്ണുകളെ വീണ്ടും ഒന്ന് തുറക്കണമേ. കാണേണ്ടവയെ കാണുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവെ, ഒരു കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരുത്തന്റെയും ഹൃദയത്തിൽ നിരൂപിക്കാത്ത വലിയ കാര്യം നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധ്യവും ഞങ്ങൾ എങ്ങനെയായി തീരണമെന്നുള്ള ആ വലിയ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് തരുമാറാകണമേ. അതിനുവേണ്ടി കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. അടിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഈ 26 ഞങ്ങൾക്കൊരു വിജയത്തിന്റെ ഫലപുഷ്ടിയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കഴുകണമേ. അടിയനെ കേട്ട നിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. അതിനുള്ള താല്പര്യവും അതിനുള്ള കഴിവും അതിനുള്ള കൃപയും അതിനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിന്റെ സാന്നിധ്യവും കൊടുത്ത് ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗികളുണ്ട്, പ്രായത്തിന്റെ ക്ഷീണമുള്ളവരുണ്ട്, ഭൗതികമായി ജരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടുന്ന കൃപകളും അനുഗ്രഹങ്ങളും ശക്തിയും ബലവും അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം വെച്ച് കൊടുക്കുവാൻ കഴിവുള്ള ദൈവസന്നിധാനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ മറ്റുമായി അനുഗ്രഹിച്ചാലും ധാരാളം കൃപ തന്നാലും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം തിരുമേനി തന്നെ എടുത്താലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടോടുവാൻ സകല ഉത്സാഹവും കാണിച്ച് നിത്യരാജ്യത്തിലേക്ക് നമ്മുടെ പ്രവേശനം ധാരാളമായിരിക്കാൻ, അത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ജീവന്തവനെ പോലെയല്ല, പിന്നെയോ ധാരാളം പ്രവേശനം ലഭിപ്പാൻ നമ്മളെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.